ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ദേ ഒരു ക്രിസ്മസ് ട്രീയുടെ പോലത്തെ ഒരു നമുക്ക് രണ്ടുപേർക്കും ഒരു സാമ്യം തോന്നുന്നില്ലേ? കളർ കോമ്പിനേഷൻ അത്രയും കളർഫുൾ അല്ല ഞാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ എലൻ വ്ളോഗ്സിൻ്റെ കിച്ചൺ, ടെറസ് കിച്ചൺ ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ്. വളരെ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒരു ഫെസ്റ്റിവിറ്റി ഫീല്? എല്ലാ ദിവസവും ഞാനിങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടാക്കണു. എല്ലാ ദിവസവും ഇല്ലെങ്കിലും മിക്ക ദിവസവും ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നുണ്ട്. ഓക്കെ, ഇന്നിപ്പോൾ ചെയ്യാൻ പോണത് എന്താണെന്ന് നോക്കിക്കോളൂ. ഇതാണ് ഇന്നത്തെ താരം. ഇതാരാന്ന് മനസ്സിലായോ? ഇറ്റ്സ് എ താറാവ്. ഇത് ഏകദേശം 2.5 കിലോയോളം വെയിറ്റുള്ളൊരു താറാവായിരുന്നു, വലിയ താറാവായിരുന്നു. ഓക്കെ, അവനെ പക്ഷേ ഞാൻ സ്കിന്നൊക്കെ മാറ്റി കേട്ടോ. കുറച്ച് അവിടെ ആയിട്ടുണ്ട്. അത് ആ ഫാറ്റുള്ള ഭാഗം മാത്രം കുറച്ച് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഉൾഭാഗം എല്ലാം ക്ലീൻ ചെയ്തതാണ്. ഇനി ഇതിനൊന്ന് വരഞ്ഞ് വയ്ക്കാം. ഓക്കെ, പാവം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് താറാവിനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ബേർഡാണ്. എനിക്കിഷ്ടമല്ല കൊല്ലുന്നൊന്നും, പക്ഷേ ഇതിങ്ങനെ മീറ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണല്ലോ. ഒന്ന് വരയാം. ഒന്ന് വരഞ്ഞു കഴിഞ്ഞാൽ മസാലയൊക്കെ, ഇത് നാടൻ താറാവല്ല, ഇതൊരു ബ്രോയിലർ താറാവായിരുന്നു. ഓക്കെ, ഇതിൻ്റെ അടിഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഫാറ്റാണ്, അത് ഞാൻ റീറ്റെയിൻ ചെയ്യുന്നു. കാരണം ഫാറ്റ് നല്ലതാണ്, നല്ല കൊഴുപ്പ്. ഓക്കെ, ഇത്രയും കാര്യം കഴിഞ്ഞു. ഇനി ഇതിൽ ചെറിയൊരു മാരിനേഷൻ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഓക്കെ, ഒരല്പം കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇച്ചിരി ഉപ്പ്, ഇതിനാവശ്യമുള്ളൊരു ഉപ്പ്. ഓക്കെ, പിന്നെ ഒരല്പം നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ എന്ന് പറയാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ഓക്കെ, അതിൻ്റെ ദേഹത്തും പുറത്തും എല്ലാ ഭാഗത്തേക്കും. അതിൻ്റെ കഴുത്തിൻ്റെ നീളമൊക്കെ വേണമെങ്കിൽ കുറയ്ക്കാം, പക്ഷെ ഞാനിത് താറാവാണെന്ന് നമുക്ക് മനസ്സിലാവുന്നേ. അപ്പോൾ അതിനുള്ളൊരു ടെക്നിക്കാണ്. അതിൻ്റെ കഴുത്തും പിന്നെ അതിൻ്റെ നീളവും അതൊക്കെയാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെയിൻ കാര്യങ്ങൾ. ഉൾഭാഗത്തേക്കും ഒക്കെ നമുക്ക് കുറച്ച് പുരട്ടി കൊടുക്കാം. 2 കൈയും വേണ്ടി വരും അതിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ. ഓക്കെ, ഗ്ലാമറസ് ആക്കി എടുക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യാൻ പോകണം നോക്കിക്കോളൂ. 2 കാര്യങ്ങൾ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചി ചതച്ചത്, ഇത് വെളുത്തുള്ളി. ഇത്രയും വലിയ താറാവല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ധാരാളം ഇടണം. ഇതിപ്പോൾ ഒരു 2 ഉണ്ട വെളുത്തുള്ളിയാണ്, ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ കൂടുതൽ വരും. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ എന്ന് വെച്ചോളൂ. ഇതും ഒരു 3 ടേബിൾ സ്പൂൺ. ഓക്കെ, വലിയ 2 കഷ്ണം ഇഞ്ചിയായിരുന്നു, ചതച്ചതാണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യണമെന്ന് നോക്കിക്കോളൂ. നമ്മുടെ സ്ഥിരം പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ആദ്യം ഒരു 2-3 ടേബിൾ സ്പൂണിൽ കൂടുതലുണ്ട്, ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വയ്ക്കാം. എണ്ണ ചൂടായിട്ട് ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടും. ഓക്കെ, എന്നിട്ട് ഒന്ന് ചെറുതായി കളറൊക്കെ മാറി വരുമ്പോൾ ബാക്കി പറഞ്ഞുതരാം. വെളുത്തുള്ളി ഒരു 3 ടേബിൾ സ്പൂൺ ചതച്ചത്, ഇഞ്ചിയും 3 ടേബിൾ സ്പൂൺ ചതച്ചത്. ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നു. ഓക്കെ, ഇതൊരു ഫുൾ താറാവ് റോസ്റ്റാണ്. നല്ല വെളിച്ചെണ്ണയുടെ മണം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറാൻ തുടങ്ങട്ടെ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കും. ഗരം മസാല പൊടിച്ചതാണ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം എല്ലാം കൂടി. ഇനി ഇതിലേക്കൊരു കാര്യം ചെയ്യാൻ പോണു. ഇനിയാണ് നമ്മളിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന താറാവിനെ, ഇപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടല്ലേ, ഈ താറാവിനെ അങ്ങോട്ട് വയ്ക്കുന്നു. എന്നിട്ട് അതെല്ലാം കൂടി ഒന്നിച്ച് കിടന്ന് മൊരിയട്ടെ.
തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് വെച്ച്. കഴുത്തിന് ഇച്ചിരി നീളം കൂടുതലായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഈ കൂട്ടത്തിൽ കിടന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞോളും ആവശ്യത്തിന്. ഫുൾ ഫ്ലെയിമിലാണ്. ഒരു സൈഡ് കുറച്ചൊന്ന് മുരിഞ്ഞ് തുടങ്ങുമ്പോൾ തിരിച്ചിടാം. കൈയെല്ലാം മണിയിൽ കെട്ടി വയ്ക്കാം, പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിങ്ങനെ തന്നെ അത് ഓപ്പണായിട്ട് തന്നെ ചെയ്യുന്നത്. ഇതൊരു നാടൻ റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇംഗ്ലീഷ് റോസ്റ്റ് അല്ല. ഇപ്പോൾ ഈ ഡക്കിൻ്റെ കുറച്ച് ഫാറ്റിൻ്റെ ഭാഗമൊക്കെ ഞാൻ ഇതിൽ നിർത്തിയിരുന്നല്ലോ, അതെല്ലാം ഉരുക്കി തുടങ്ങുമ്പോൾ ഇത് കുറച്ചുകൂടി ഇതേ നോക്കിയേ പതഞ്ഞ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയുടെ കൂടെ അത് മിക്സായി തുടങ്ങി. അതാണ് അങ്ങനെ വരുന്നത്. ഒന്നുകൂടി ഒന്ന് മുരിയട്ടെ. വിത്ത് സ്കിന്നാണെങ്കിൽ കുറേ കൂടി ഫാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഫാറ്റുള്ള കുറച്ച് ഭാഗം മാത്രമേ ഞാൻ റീറ്റെയിൻ ചെയ്തിട്ടുള്ളൂ, സ്കിന്നൊക്കെ മാറ്റിയതാണ്. ഞാൻ ഒഴിച്ച വെളിച്ചെണ്ണ എത്രയാണെന്ന് നിങ്ങൾ കണ്ടാണല്ലോ അല്ലേ. ഇപ്പോൾ ഈ കാണുന്ന പതഞ്ഞ് വരുന്ന കൂടുതലില്ലേ, ഇത് നമ്മുടെ താറാവിൻ്റെ ഫാറ്റാണ്. ഫാറ്റ് ഇറങ്ങി തുടങ്ങി. ഈ ഫാറ്റിൽ തന്നെ കിടന്ന് അത് മുരിഞ്ഞു തുടങ്ങും, കളറ് മാറും. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി. സൂക്ഷിച്ചിടണം. ഇത് വെന്തിട്ടില്ല, ഈ പുറമേ ഉള്ള ഭാഗം ഒന്ന് മുരിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇട്ടിരിക്കുന്നത്. യെസ്, കിടക്കട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ഓയിലി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഫാറ്റെല്ലാം ഇറങ്ങിയിട്ട് ഇനി തീ ഒരല്പം കുറയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. കുറച്ച് പിരിയൻ മുളകിൻ്റെ പൊടി. ഇതിപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുക്കുന്നു. 2.5 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ആകാം, നോക്കിയിട്ട് എടുത്താൽ മതി. താറാവിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണല്ലോ. ഇതിപ്പോൾ ഒരു 2.25 കിലോ കൂടുതലുണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഓൾറെഡി ചേർത്ത് കഴിഞ്ഞു, എങ്കിലും ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിലും കൂടി ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ കുരുമുളക് പൊടി അതിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്, എങ്കിലും ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർക്കാം. നേരത്തെ കുറച്ച് ഗരം മസാല പൊടി ചേർത്തു, 1/2 ടീസ്പൂൺ, എങ്കിലും ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഇതിലും ചേർക്കാം. 1/4 മുതൽ 1/2 ടീസ്പൂൺ എത്രയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി കുറച്ച് വിനീഗർ ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ചെറുതായിട്ട് അരഞ്ഞാൽ മതി. ചിലപ്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല കുറുകിയ രീതിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കൊഴുപ്പ് കിട്ടും അരച്ചെടുക്കുകയാണെങ്കിൽ. വെറുതെ പൊടി ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും അരച്ചുപയോഗിച്ചാൽ ബെറ്ററാണ്. ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു തോന്നുന്നു. 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇത് കുഴമ്പ് പാകത്തിനായിട്ടുണ്ട്. ഓക്കെ, ഇത് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് നോക്കിയാൽ നമ്മുടെ താറാവിൻ്റെ എന്തുമാത്രം ഫാറ്റ് ഉണ്ടായിരുന്നു നോക്കിയേ. ആ തൊലിയുടെ കുറച്ച് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ ആ കുറച്ച് ഫാറ്റ് ഭാഗം മാത്രമേ വെച്ചിരുന്നുള്ളൂ ഈ ഭാഗത്തൊക്കെ. അതെല്ലാം ഉരുകി. വാവ്, അത് ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു താറാവിൻ്റെ തന്നെ നെയ്യിൽ കിടന്ന് നോക്കുമ്പോൾ ഉള്ള സ്വാദ് പറയേണ്ട ആവശ്യമില്ലല്ലോ, അടിപൊളിയാണ്. ഒരു ചെറിയൊരു ബ്രൗൺ കളർ 2 സൈഡിലായി കഴിഞ്ഞാൽ ഓക്കെയാണ്. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അല്പം കൂടി ഒന്നായിക്കോട്ടെ. ബോത്ത് സൈഡ്സ് ചെറുതായിട്ട് ബ്രൗൺ ആയി തുടങ്ങിയതൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതൊന്ന് സെറ്റായി വരിക. ഡക്ക് ഈസ് ഗെറ്റിംഗ് റെഡി. മുരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേ കളർ മാറുന്നതാണ്, ഗോൾഡൻ ബ്രൗൺ ആകുന്നു അതിൻ്റെ ചുറ്റും. പക്ഷേ ഉള്ളു വെന്തിട്ടില്ല. അത് വേഗണമെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ച് കഴിഞ്ഞു. ആ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് പാത്രം അടച്ചിട്ടിട്ട് നമ്മുടെ ഡക്കിനെ വേവിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ കിടന്ന് റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കട്ടെ, മൊരിഞ്ഞ് വരും. ഇപ്പം നല്ല ഭംഗിയില്ലേ. താറാവ് നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞു. പുറത്ത് മഴയാണേ, അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്.
വെള്ളം ഒഴിച്ചു. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അടുത്ത 1 കപ്പും കൂടി ഒഴിക്കും. 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു. ഇനി ഇത് 2 സൈഡും നന്നായിട്ട് ആകമൊക്കെ ഉള്ളൊക്കെ വെന്ത കിട്ടണം. തിരിച്ച് മറിച്ച് വിടാം. അതിനകത്ത് ഇത് വേകും. ഓക്കെ, പാത്രം ഒന്ന് അടച്ചിടാം. യെസ്, അടച്ചു വയ്ക്കണം. നന്നായിട്ട് ഇപ്പോൾ ദേ തിളച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനകത്ത് കിടക്കുന്നു. മുങ്ങുന്ന രീതിയിൽ വെള്ളം വെക്കണ്ട. ഈ രീതിയിൽ ഇതിനകത്ത് സ്റ്റീം കയറുന്നുമുണ്ട്. ഇനി ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ടാൽ മതി. അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഇത് ബ്രോയിലർ താറാവായതുകൊണ്ട് പെട്ടെന്ന് വേവും. അല്ലെങ്കിൽ നമ്മൾ കുക്കറൊക്കെ ഉപയോഗിക്കേണ്ടി വരും. വലിയ ചട്ടി ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് അടച്ച് വേവിച്ചാലും മതി. ഓക്കെ, റെഡിയായി വരട്ടെ. ഇനി അഥവാ വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ. നമ്മുടെ ഡക്കിനെ നോക്കിയേ, ഏതാണ്ട് വെന്ത് കഴിഞ്ഞു. വാവ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. യെസ്, ഇറ്റ്സ് കുക്ക്ഡ്. പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ. ഇനി ഇത് വിട്ട് വരുന്ന പോലെ ആകും. ഇത് ഇവിടെ നിന്നൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. താറാവിനെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചു. ഇത് നോക്കിയേ, അരപ്പ് നോക്കിയേ. ഓയിലും ഫാറ്റും എല്ലാം കൂടി ഇങ്ങനെ കുറച്ച് ഫാറ്റ് പീസസ് എല്ലാം കിടന്ന് ഉരുകുന്നു. യെസ്, ഇനി ഇതിലേക്കാണ് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? എടുത്ത് വെച്ചിരിക്കുന്ന മസാല, അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അതിനകത്ത് ഇത് കൂടുതലും ഓയിലാണ്. ഇതിൻ്റെ നെയ്യാണ് കേട്ടോ, നമ്മുടെ താറാവിൻ്റെ നെയ്യാണ് കാണുന്നതെല്ലാം. ഇപ്പോൾ വിനാഗിരി ചേർത്തിട്ടാണ് ഈ ഒരു അരപ്പ് മസാല, മുളക് മസാല നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇത് പെട്ടെന്ന് തന്നെ ആകും. എണ്ണ തെളിയേണ്ട ആവശ്യമില്ല. ഓൾറെഡി എണ്ണയിലാണ്. എണ്ണ ഇങ്ങനെ തെളിഞ്ഞെടുക്കും. ഇത്രയും താറാവിൻ്റെ ഓയിലാണ്. ഞാൻ ആകെ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചതേ ഉള്ളൂ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ര വെളിച്ചെണ്ണ പോലും ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അയ്യോ, അത്ര ഫാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുളകിൻ്റെ പേസ്റ്റ് കംപ്ലീറ്റ് ഒഴിച്ചു. അപ്പോൾ 2-2.5 ടേബിൾ സ്പൂൺ ബിരിയാണി മുളകിൻ്റെ പൊടിയാണ് എടുക്കേണ്ടത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ 3 വരെ ആകാം. ഇനി ഇതിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാം, ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതും കൂടി ചേർക്കാം. എന്തായാലും ഡക്കിന് ആവശ്യമുള്ള ഉപ്പുണ്ട്. ഡക്കിലേക്ക് പിടിച്ചിട്ടുണ്ട് ഉപ്പ്. ഇനി അരപ്പിലേക്കുള്ള കുറച്ച് ഉപ്പും കൂടി വേണം. ആ വിനാഗിരിയിൽ അരച്ചതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു പുളിയും കൂടി അരപ്പുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, ആഹാ, വാവ്. ഇതിനകത്ത് കിടന്നാണ് നമ്മുടെ ഡക്കിനി ബാക്കി റോസ്റ്റിങ് നടക്കാൻ പോണത്. യെസ്, അരപ്പിൻ്റെ ആ പച്ച മാറി തുടങ്ങി, പച്ചച്ചുവ മാറണം. റോസ്റ്റിങ്. ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും നമ്മൾ എക്സ്ട്രാ ചേർത്തിരുന്നു. ആ ഡക്കിൽ ചേർത്ത് കൂടാണ്ട് കുറച്ച് കറിവേപ്പില. അരപ്പൊക്കെ നന്നായിട്ട് പാകത്തിന് മൊരിഞ്ഞ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച താറാവിനെ തിരിച്ചു കൊണ്ടുവരും. ഇനി ഈ മസാല താറാവിൻ്റെ അകത്തും പുറത്തുമൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് മൊരിയട്ടെ കുറച്ച് നേരം. ഓൾറെഡി നമ്മളിങ്ങനെ താറാവിനെ ആദ്യം ഒന്ന് മൊരിച്ചതാണ്. പിന്നെ വേകാനുള്ള സമയം ഉണ്ടായിരുന്നു, പാകത്തിന് വേവിച്ചിട്ടുണ്ട്. ഈ മസാല ഇതിൻ്റെ ദേഹത്തൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനി ഒരു 10 മിനിറ്റ് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഈ മസാലയിൽ കുറച്ച് നേരം കിടക്കട്ടെ. അതേ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നോക്കിയാൽ നമ്മുടെ താറാവ് ബ്യൂട്ടിഫുൾ റോസ്റ്റ്. അതിന് സ്വന്തമായിട്ട് തന്നെ ആവശ്യം പോലെ ഫാറ്റ് ഉള്ളത് കൊണ്ട് ഇത്രയും മനോഹരമായിട്ട് അതിനെ കിടന്ന് മൊരിയാൻ പറ്റുന്നുണ്ട്. അരപ്പിനാണെങ്കിലും എല്ലാം. ഇനി ഓയിൽ മാത്രമായി വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഓയിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഫാറ്റ് ഇതിനകത്ത് തന്നെ ഉപേക്ഷിക്കാം. ആവശ്യത്തിനായി കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം കൂടി തിരിച്ചിടാം.
കാണുന്നുണ്ടല്ലോ. ഡക്ക് റോസ്റ്റ് ഇസ് റെഡി. ആക്ച്വലി പറഞ്ഞാൽ എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഓയിൽ നമ്മളിതിൽ ഉപേക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓയിലിൽ നിന്നും ഊറ്റി മാറ്റാം. അവർ ഡക്ക് റോസ്റ്റ് ഇസ് കമ്മിങ്. യെസ്, വാവ്, റെഡി. കംപ്ലീറ്റ് അരപ്പും ഇതുപോലെ. യെസ്, അപ്പോൾ അതിൻ്റെ കൊഴുപ്പിൽ കിടന്ന് തന്നെയാണത് ഇങ്ങനെ റോസ്റ്റായിരിക്കുന്നത്. യെസ്, അങ്ങനെ നമ്മുടെ താറാവ് റോസ്റ്റ്, ഹോൾ താറാവ്, മുഴുവൻ താറാവിനെ റോസ്റ്റ് ചെയ്തത് സെറ്റപ്പായി. ഓക്കെ, ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് നാടൻ താറാവ് റോസ്റ്റ്. അങ്ങനെ ഫുൾ ഡക്ക് റോസ്റ്റ്. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെ സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇതെന്ത് എണ്ണയാണെന്നൊക്കെ തോന്നും. നമ്മളാരും ഒഴിച്ച എണ്ണ അല്ല അത് ആ താറാവിൻ്റെ ഫാറ്റാണ്. ആ ഫാറ്റിൽ കിടന്ന് വേകുമ്പോഴും മൊരിയുമ്പോഴും ഒക്കെ അതിന് പ്രത്യേക സ്വാദാണ്. പിന്നെ നമ്മളത് ആ ഫാറ്റിൽ നിന്നും നന്നായിട്ട് ഊറ്റിയെടുത്താൽ മാത്രം മതി. ഇങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ അരപ്പെല്ലാം മാത്രം എടുത്തിട്ട് അതിങ്ങനെ ആ താറാവിലിങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകം. നമ്മൾ ഈ ഫെസ്റ്റീവ് ഡേയ്സിലൊക്കെ അല്ലേ ടർക്കി ആണെങ്കിലും താറാവാണെങ്കിലും ഫുൾ റോസ്റ്റ് കോഴിയാണെങ്കിലും ഒക്കെ ചെയ്യുന്നത്, അതൊരു പ്രത്യേക സന്തോഷമല്ലേ. ഇങ്ങനെ മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ, മേശപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം, ഇപ്പുറത്തെ ഐറ്റം, അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡിന്നർ ഡിസംബർ 25, അതായത് നമ്മുടെ ക്രിസ്മസ് ഡേയുടെ അന്ന് പ്ലാൻ ചെയ്യുമ്പോൾ ലഞ്ചാണെങ്കിലും ഡിന്നറാണെങ്കിലും ഒരൈറ്റം നമ്മുടെ താറാവ് റോസ്റ്റ് ആയാലോ, ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയായിരിക്കും. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ സന്തോഷം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസ് ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെ വിചാരിച്ചോട്ടെ. അപ്പോൾ ഇനിയും തുടരുന്നു, കഴിഞ്ഞിട്ടില്ല. ഒരുപാട് വിഭവങ്ങളെല്ലാം നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ മറക്കാതെ കാണുക. സ്റ്റേ ട്യൂൺ ടു LN Vlogs. സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.